വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഗാസയിലെ സാഹചര്യം അവിടുത്തെ സ്ഥിതിഗതികൾ രൂക്ഷമായ നിലയിൽ തന്നെ തുടരുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം ബേത്‌ലെഹിയ, അത് വടക്കൻ ഗാസയിലാണ്, അവിടെ പാർപ്പിട സമുച്ചയത്തിൽ ഇസ്രായേൽ ടാങ്ക് ആക്രമണം നടത്തി 72 പേരുടെ ദാരുണമായ മരണം സംബന്ധിച്ച വിവരങ്ങൾ ഈ മണിക്കൂറുകളിൽ പുറത്തു വരുന്നുണ്ട്. ഇന്റർനാഷണൽ ഡെസ്കിൽ നിന്നും അരുൺ PJ കൂടുതൽ വിവരങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. അരുൺ, ഈ കൊല്ലപ്പെട്ടതിലേറെയും ആരോഗ്യ പ്രവർത്തകരുടെ കുടുംബാംഗങ്ങളാണ്. അവരെ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇസ്രായേൽ നടത്തിയ ഒരു ആക്രമണമാണ് നടന്നത് എന്നതാണ് ഈ ഘട്ടത്തിൽ മനസ്സിലാക്കുന്നത്. പ്രത്യേകിച്ച് ഈ കഴിഞ്ഞ ആഴ്ചയിൽ അതിരൂക്ഷമായ ആക്രമണങ്ങളിൽ കൊല്ലപ്പെട്ടവരുടെ എണ്ണം 100 കണക്കിന് എന്നൊരു സംഖ്യയിലേക്ക് എത്തുകയാണോ? തീർച്ചയായും ഗാസയിൽ ഇപ്പോഴും ആക്രമണത്തിൻ്റെ അലയൊലികൾ അടങ്ങുന്നില്ല. കാരണം ഇന്നലെ ഇസ്രായേൽ നടത്തിയ ചാവേർ ആക്രമണത്തിൽ അല്ലെങ്കിൽ മിസൈൽ ആക്രമണത്തിൽ ഏകദേശം 70-ലധികം പേരാണ് മരിച്ചത് എന്നുള്ള തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതിൽ ഏറ്റവും അധികം നമുക്ക് എടുത്തു പറയേണ്ടത് പ്രധാനമായും ഹിസ്ബുള്ളയുടെ മാധ്യമ വക്താവായിട്ടുള്ള മുഹമ്മദ് ആരിഫ് ഇന്നലെ ഇസ്രായേൽ നടത്തിയ വ്യോമാക്രമണത്തിൽ ദാരുണമായി കൊല്ലപ്പെട്ടിരിക്കുന്നു. കൂടാതെ ഇന്നലെ സെൻട്രൽ ബെയ്റൂട്ടിൽ വ്യോമാക്രമണം നടത്തിയതിൽ 72ഓളം പേരാണ്, പിഞ്ചുകുട്ടികളും മറ്റു കുടുംബാംഗങ്ങളും ഉൾപ്പെടെ. കാരണം ഇതിൽ ഏറ്റവും കൂടുതൽ നമുക്ക് ആശങ്കപരമായിട്ടുള്ള കാര്യം എന്തെന്ന് പറഞ്ഞാൽ, ഈ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിൽ കലാപബാധിത പ്രദേശങ്ങളിൽ രക്ഷാപ്രവർത്തനം അല്ലെങ്കിൽ ആരോഗ്യ പ്രവർത്തനം നടത്തുന്നവരുടെ കുടുംബാംഗങ്ങളാണ് ഈ ഒരു വ്യോമാക്രമണത്തിൽ പ്രധാനമായും കൊല്ലപ്പെട്ടിരിക്കുന്നത് എന്നത് വളരെ ദുഃഖകരമായ ഒരു അവസ്ഥ തന്നെയാണ്. എന്തായാലും ഈ ആക്രമണം ഇസ്രായേൽ കടുപ്പിക്കുന്നതോറും ലോകരാഷ്ട്രങ്ങൾ ഇതിനെതിരെ, കാരണം ഗാസയോടൊപ്പം അല്ലെങ്കിൽ പാലസ്തീനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ലോകരാജ്യങ്ങൾ ഇതിനെതിരെ വലിയ രീതിയിലുള്ള ഒരു മുന്നറിയിപ്പ് ഇസ്രായേലിന് നൽകിയിട്ടുണ്ട്. അമേരിക്ക ഉൾപ്പെടുന്ന സഖ്യകക്ഷികളോട് ഒരു മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ റഷ്യയാണ് പ്രധാനം. കൂടാതെ ഏറ്റവും ഒരു പ്രധാനപ്പെട്ട ഇതിലുണ്ടായിരുന്ന ഒരു അപ്ഡേഷൻ എന്ന് പറഞ്ഞാൽ, പോപ്പ് ഫ്രാൻസിസ് ഈ തുടരുന്ന ഗാസ മുനമ്പിൽ ഇസ്രായേൽ നടത്തുന്ന വ്യോമാക്രമണത്തിനെതിരെ രൂക്ഷമായ ഭാഷയിലാണ് ഒരു വിമർശനം നടത്തിയിരിക്കുന്നത്. കൂടാതെ ഇതിൽ വലിയ രീതിയിലുള്ള ഒരു അന്വേഷണം വേണമെന്നും പോപ്പ് ഫ്രാൻസിസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. കാവ്യ.